Hi, welcome to the 6th lecture of the Laplace transform. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ഫോർമുലാസ് ഒക്കെ നോക്കിയായിരുന്നു. കുറച്ച് ഫോർമുലാസും അത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട്സും എല്ലാം നോക്കിയായിരുന്നു. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടീസും എല്ലാ കാര്യങ്ങളും നോക്കി. കുറേ പ്രോബ്ലംസും ചെയ്തു. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു റിസൾട്ടാണ് പറയാൻ പോകുന്നത്. The result is that Laplace transform of suppose Laplace transform of ഒരു f of t അറിയാം, Laplace transform of f അറിയാം, f of t അറിയാം, which is equal to capital F of s ആണ്. Okay, then Laplace transform of t into f of t equal to minus f dash of s ആണ്, minus f dash of s ആണ്. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ? f of s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is integral 0 to infinity e raised to minus st into f of t dt ആണ്. അപ്പോൾ അതിന് f dash s എടുക്കുക, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻസൈഡിൽ ഡെറിവേറ്റീവ് എടുക്കുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടി e raised to minus st into f of t dt വന്നു, which is equal to minus of integral 0 to infinity e raised to minus st into t f of t dt, which implies what? This is the Laplace transform, minus Laplace transform of t f of t. Okay, ഇനി നെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി തിരിച്ച് ഇതേപോലെ ഇത് യൂസ് ചെയ്തിട്ടുള്ള വേറൊരു റിസൾട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എന്തറിയാം, എഫ് ഓഫ് എസ് ആണെന്ന് അറിയാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഡാഷ് ഓഫ് എസ്. ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ആൻഡിന്റെ ആൻസർ ആയി. ഇനി സെക്കൻഡ് വൺ ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി എന്താണെന്ന്. അപ്പോൾ ഒന്നാമത്തെ ഡെറിവേറ്റീവിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ രണ്ടാമത്തെ ഇന്റഗ്രേഷൻ ബേസ് ചെയ്തിട്ടാണ് എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു. ദിസ് ഇസ് എ ഫോർമുല, ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് എ ഫോർമുല. L of t f of t is equal to minus f dash s to L of f of t by t equal to integral s to infinity f of u du. Okay, ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് first one t cos omega t, second one t square into sin omega t. ഇനി ഇതിൽ ഫസ്റ്റ് വൺ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് ഒമേഗ ടി, ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ്ലി വി ഹാവ് ടു കൺസിഡർ എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ഒമേഗ ടി, ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി വാല്യൂവേറ്റ് ചെയ്യാം, വിച്ച് ഇംപ്ലൈസ് വാട്ട്? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് ഒമേഗ ടി is equal to മൈനസ് ഓഫ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എസ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു s square plus omega square into derivative of s with respect to 1 minus s into 2s divided by s square plus omega square whole square, which implies 2s square cancel ആവും. അപ്പോൾ അവിടെ വരിക നെഗറ്റീവും ഉണ്ടല്ലോ, ഇവിടെ നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇത് റിസൾട്ടായിട്ട് തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. ടി ഇൻറ്റു കോസ് ഒമേഗ ടി ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ദിസ് എ വെരി നൈസ് റിസൾട്ട് ആക്ച്വലി. Moving on to the next question, that is Laplace transform of t square into
sin omega t. എന്ത് ചെയ്യണം? This is equal to Laplace transform of എന്ത് സംഭവിക്കും? ഇതിൽ ടി റേസ് ടു എൻ ആണെങ്കിൽ നമ്മൾ ഒരു റിസൾട്ട് വിട്ടുപോയായിരുന്നു അതിൽ പറയാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു എഫ് എൻ ഓഫ് എസ് ആണ്. Okay. Laplace transform of t raised to n into f of t equal to minus 1 raised to n into fn of s ആണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. ടി സ്ക്വയർ സൈൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു എന്ത് സംഭവിക്കും? മൈനസ് 1 raised to 2 minus 1 raised to 2 minus 1 raised to 2 into d square by ds square of sin omega t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. എഫ് ഓഫ് എസിന്റെ nth ഡെറിവേറ്റീവ് വരെ. അപ്പോൾ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ ടി. അത് എത്രയാണ്? ദാറ്റ് ഈസ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് ഡി ബൈ ഡി എസ് ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇത് ഇൻ്റഗ്രേഷൻ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വളരെ സിമ്പിളാണ്. അപ്പം മൈനസ് 2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ വരിക. ഇനി ഇതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2 ഒമേഗ മൈനസ് 2 ഒമേഗ എസ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്തുകൂടി ഉണ്ട്? ദാറ്റ് ഇസ് 2s കൂടി ഉണ്ട് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 4 വരും. വിച്ച് ഇംപ്ലൈസ് എന്ത് വരും? ഇതിനൊന്നും അങ്ങ് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. സിംപ്ലിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 2 ഒമേഗ ഇൻറ്റു 3s സ്ക്വയർ മൈനസ് അത് ചെയ്ത് നോക്കാം. അത് ദാറ്റ് ഇസ് which implies s raised to 4 ആണ് പ്ലസ് 2s സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ റേസ് ടു 4 ഇൻറ്റു മൈനസ് 2 ഒമേഗ ഇൻറ്റു മൈനസ് 2 ഒമേഗ മൈനസ് മൈനസ് പ്ലസ് ആയി മാറും. പ്ലസ് ഇൻറ്റു ഇവിടുത്തെ 2 ഒമേഗ എസ് 2 2 2 അപ്പോൾ ടോട്ടൽ 8 വരും. 8 ഒമേഗ എസ് സ്ക്വയർ വരും. എസ് സ്ക്വയർ വരും. ഒമേഗ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരും ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 4 വരും. ഇനി എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്ന് അഗെയിൻ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. മൈനസ് 2 ഒമേഗ എസ് റേസ് ടു 4 മൈനസ് 4 ഒമേഗ ക്യൂബ് എസ് സ്ക്വയർ മൈനസ് 2 ഒമേഗ റേസ് ടു 5 പ്ലസ് 8 ഒമേഗ എസ് റേസ് ടു 4 വന്നു. പിന്നെയുള്ളത് പ്ലസ് 8 ഒമേഗ ക്യൂബ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 4 വരും. വിച്ച് ഇംപ്ലൈസ് ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒമേഗ എസ് സ്ക്വയറിൻ്റെ ഇവിടെ നിന്ന് 2 ഒമേഗ എസ് റേസ് ടു 4 ഇവിടെ ഒമേഗ എസ് റേസ് ടു 4 അപ്പോൾ 6 ഒമേഗ എസ് റേസ് ടു 4 ആവും. ഇതും കൂടി കമ്പൈൻ ചെയ്തിട്ട്. ഇനി ഈ ഒമേഗ ക്യൂബ് ആണെങ്കിൽ ഇതും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് 4 ഒമേഗ ക്യൂബ് എസ് സ്ക്വയർ കിട്ടും. പിന്നെ മൈനസ് 2 ഒമേഗ റേസ് ടു 5 വന്നു ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 4 കിട്ടി.
ഇനി ഇതിൽ which implies ഒമേഗ എല്ലാത്തിൽ നിന്നും ഔട്ട്സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഹോൾ സ്ക്വയർ ആണല്ലോ. ഹോൾ സ്ക്വയർ ഇൻറ്റു -2 ഒമേഗ പ്ലസ് 8 ഒമേഗ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ റേസ് ടു 4 ആണ്. ഇതിപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ഒരു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഉണ്ട്. സോ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അവിടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു -2 ഒമേഗ പ്ലസ് 8 ഒമേഗ എസ് സ്ക്വയർ മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ റേസ് ടു 4 ആണ്. അപ്പോൾ ഇത് വെട്ടിപ്പോവും. അപ്പോൾ റിമൈനിങ് ഇസ് ആക്ച്വലി നമ്മൾ ആദ്യം എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ സിംപ്ലിഫൈ ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ -2 ഒമേഗ -2 ഒമേഗ എസ് സ്ക്വയർ -2 ഒമേഗ ക്യൂബ് പ്ലസ് 8 ഒമേഗ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 3 ആണ് വരുന്നത്. വിച്ച് ഇംപ്ലൈസ് ഇവിടെയും ഇതും കൂടി വെട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ഒമേഗ എസ് സ്ക്വയർ മൈനസ് 2 ഒമേഗ ക്യൂബ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 3 ആണ് ആൻസർ ആയിട്ട് വരിക. Okay, next problem is find the Laplace transform of third one. Laplace transform of t into e raised to minus t into sin 3t. ഇനി ഇതിൽ എന്താ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം കാണും. sin 3t കാണും, which is equal to 3 divided by which implies 3 divided by എസ് സ്ക്വയർ പ്ലസ് 9 ആണ് വരിക. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് പിന്നെ ടി സൈൻ 3t കാണുക. ഇതെങ്ങനെയാണ്? ദാറ്റ് ഈസ് എ മൈനസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ്, വിച്ച് ഇംപ്ലൈസ് മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 9. കുറച്ചുകൂടി സിമ്പിൾ ആവാനാണിത്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഇതിൻ്റെ ഡെറിവേറ്റീവ് 3 minus 3 by s square plus 9 whole square into 2s square. Minus minus plus ആവുമ്പം 6s divided by s square plus 9 whole square 1. ഓക്കെ അല്ലേ? ഇനി ചെയ്യാനുള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടിയുടെ കണ്ടു ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി സൈൻ 3t ആണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്താൽ മതി? റീപ്ലേസ് എസ് ബൈ എസ് മൈനസ് മൈനസ്, അതായത് എസ് പ്ലസ് 1 ആക്കിയിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. സോ വിച്ച് ഇംപ്ലൈസ് 6 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ, വിച്ച് ഇംപ്ലൈസ് 6 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s plus 1 ഉണ്ട് 9 ഉണ്ട് ആഡ് ചെയ്ത 10, that is whole square. This is the answer, right? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് ഇ റേസ് ടു ടി ഡിവൈഡഡ് ബൈ ടി. ഈ ക്വസ്റ്റ്യൻ നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതുവരെയുള്ള ഹോംവർക്കും എല്ലാം കൃത്യമായിട്ട് ചെയ്യുക, എക്സസൈസും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.